ഏറ്റവും പ്രിയമുള്ള സീറോ മലബാർ സഭാ വിശ്വാസികളെ, കഴിഞ്ഞ കുറച്ച് നാളുകളായി എറണാകുളം അങ്കമാലി അതിരൂപത ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഏകീകൃത വിശുദ്ധ കുർബാന നമ്മുടെ സഭയിൽ നിന്നും നമുക്ക് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വിശ്വാസികൾ ആശങ്കാകുലരാണ്. സഭയോടൊപ്പമുള്ള എല്ലാ വിശ്വാസികളും പലതവണയും നേരിട്ടും അല്ലാതെയും കത്ത് മുഖേനയും അപേക്ഷകൾ നിമിത്തവും മേജർ ആർച്ച് ബിഷപ്പിൻ്റെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരിയായ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവിനെ പല നിവേദനങ്ങളും നൽകുകയുണ്ടായി. ഇതെല്ലാം മേടിച്ച് വെട്ടിക്കൂട്ടി വയ്ക്കുകയല്ലാതെ ഈ ഏകീകൃത വിശുദ്ധ കുർബാനയ്ക്ക് അനുസൃതമായി ഒരു തീരുമാനമെടുക്കാൻ ഈ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരിക്ക് ഇതേവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് അത്യന്തം ലജ്ജാകരവും വേദനാജനകവുമാണ്. നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ ബോസ്കോ പുത്തൂർ പിതാവ് അവസാന കാലഘട്ടങ്ങളിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച് സഭയ്ക്ക് ആകമാന നേട്ടമായ ഏകാകൃത വിശുദ്ധ കുർബാന, ഏകീകൃത ബലി ഓരോ ഇടവകയിലും നടപ്പിലാക്കാൻ അദ്ദേഹം തീക്ഷ്ണതയോടെ പ്രവർത്തിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ ഇവിടുന്ന് സ്ഥലം മാറ്റുകയും അദ്ദേഹത്തിൻ്റെ രാജി എഴുതി മേടിക്കുകയും സിനഡ് ചെയ്തത്. ഇപ്പോൾ പലതവണ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ഈ വികാരിയെ ഇവിടെയുള്ള വിശ്വാസികൾ പോയി കാണുകയും അദ്ദേഹത്തോട് സങ്കടങ്ങൾ പറയുകയും അദ്ദേഹത്തെ നിവേദനങ്ങൾ കൊടുത്തും അപേക്ഷകൾ കൊടുത്തും പരാതികൾ കൊടുത്തും ഈ ദൗത്യം, ഈ ഒരു വിഷമസന്ധി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ ഫലമായി അദ്ദേഹം ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തെങ്കിലും യാതൊരു പ്രവൃത്തിയും യാതൊരു പുരോഗമനവും ഈ വിഷയത്തിൽ ഇതുവരെ ഈ രൂപതയ്ക്ക് ഉണ്ടായിട്ടില്ല. ഇത് നമ്മൾക്ക് ക്രിസ്ത്യാനികൾക്ക്, ക്രൈസ്തവർക്ക്, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ എല്ലാ വിശ്വാസികൾക്കും ആകമാനം നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ്. അത്യന്തം ലജ്ജാകരമാണ്. കാരണം ഏകീകൃത കുർബാന സിനഡാണ് തീരുമാനിച്ചത്. സിനഡാണത് പ്രാവർത്തികമാക്കേണ്ടത്. മേജർ ആർച്ച് ബിഷപ്പ് അതിനുള്ള കഴിവും തൻ്റെ ഇടവും ധൈര്യവും അത്യാവശ്യമാണ്. ഈ സാഹചര്യത്തിൽ ഇവിടെ ഒന്ന് വന്ന് ബലിയർപ്പിക്കുവാനോ വിശ്വാസികളുടെ സങ്കടങ്ങൾ കേൾക്കാനോ ഇവിടെ സഭാ നേതൃത്വത്തിന് ഒട്ടും താല്പര്യമില്ലാത്തൊരു വല്ലാത്തൊരു ദുരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ സാഹചര്യങ്ങളിലെല്ലാം വിശ്വാസികൾ പലതവണ ഒറ്റയ്ക്കും ഇരട്ടകളായിട്ടും കൂട്ടമായിട്ടും മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ഭവനത്തിൽ അതിരൂപതയുടെ ആസ്ഥാനത്ത് ചെല്ലുകയും അദ്ദേഹത്തെ കണ്ട് സങ്കടമുണർത്തുകയും അവസാന സമയത്ത് കൂട്ടമായിട്ട് പലതവണ ചെല്ലുകയും ക്ഷമ തെറ്റി പല പ്രകോപനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടും ഇവർക്ക് യാതൊരു കൂസലുമില്ല. എന്നാൽ ഇവരെ അനുകൂലിക്കുന്ന ഈ സിനഡിനെയും ഈ സിനഡ് വരമേൽപ്പിച്ചു എന്ന് പറയുന്ന ഇപ്പോൾ അറിയുന്നു, സിനഡ് അറിയാതെയാണ് ഈ സമവായം എന്നൊരു ഫോർമുല പാമ്പ്ളാനി പിതാവ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് എല്ലാവരും അറിയുന്നു. കാരണം പല മെത്രാന്മാരെയും വിശ്വാസികൾ നേരിട്ട് പോയി കണ്ടപ്പോൾ സിനഡിൽ അങ്ങനെ ഒരു തീരുമാനം വന്നിട്ടില്ല എന്നുള്ളതും, സിനഡ് അങ്ങനെ അല്ല പറഞ്ഞിട്ടുള്ളത്. ഒരു ബലി അർപ്പിച്ചുള്ളൂവെങ്കിലും, അതായത് ഒരു സൺഡേ ഞായറാഴ്ച കുർബാന മാത്രമേ, ഒരു ബലി മാത്രമേ ഒരു പള്ളിയിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ളൂ എങ്കിലും ആ ബലി ഏകീകൃതമാണെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് സഭയുടെ സിനഡ് സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത്. അത് അവിടുത്തെ ചാൻസലറുടെ കുബുദ്ധിയാണ്. ഒരു ബലി എങ്കിലും അർപ്പിച്ചേ മതിയാവൂ എന്ന് എഴുതിയിട്ടുള്ളത്, അല്ലാത്തവർ ശിക്ഷാവിധിക്ക് അർഹനാകുമെന്ന്. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇവിടെ ശിക്ഷാവിധിയും ഉണ്ടായിട്ടില്ല. ഏകീകൃത കുർബാന ഒരു പള്ളിയിലും ഒരു കുർബാന പോലും അർപ്പിച്ചിട്ടുമില്ല. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വശം, വിമതരുടെ യജമാനനായ മനുഷ്യ നേതാവിനെ അവർ അനുസരിച്ച് ഒന്നിച്ചു വരുന്നത് കാശിനും മദ്യത്തിനും വേണ്ടിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കുറച്ച് മദ്യത്തിനും രൂപയ്ക്കും വേണ്ടി കൂലിക്ക് വരുന്ന ഈ വിമതർ ഒന്നിച്ചു വരുന്നത് പോലെ അനുദിന ജീവിതത്തിന് വേണ്ടി പല മേഖലകളിലും ജോലി ചെയ്യുന്ന സത്യവിശ്വാസികളായ സഭാമക്കൾക്ക് ഒരിക്കലും ഒന്നിച്ചു വരാൻ പറ്റിയെന്ന് വരില്ല. നമുക്കൊരു പരാതി കൊടുക്കണമെങ്കിൽ ആളുടെ സാഹചര്യവും കുടുംബാന്തരീക്ഷവും അവരുടെ ഒഴിവ് കഴിവുകളും, പഠിക്കുന്ന മക്കളുള്ളവരുണ്ട്, ജോലി സംബന്ധമായ കാര്യം തിരക്കുള്ളവരുണ്ട്, അനുദിന ജീവിതത്തിന് വേണ്ടി വ്യഗ്രതപ്പെട്ട് ഓടി നടക്കുന്നവരുണ്ട്, ഉപജീവന മാർഗം അന്വേഷിച്ച് രാവിലെ ഇറങ്ങി അന്തിക്ക് വീടണയുന്ന കുടുംബനാഥന്മാരും കുടുംബനാഥകളും ഉള്ള എറണാകുളം അങ്കമാലി അതിരൂപതയാണ്. പ്രത്യേകിച്ച് ബസലിക്ക ഇടവക പല രൂപതകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ വന്ന് ഇടവക ചേർന്ന് 30-40 വർഷം താമസിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളെയും എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്.
അനുദിന വിശുദ്ധ കുർബാന സഭാ മക്കൾക്ക് തടസ്സമില്ലാതെ ലഭ്യമാക്കുക എന്നത് സഭ അധികാരികളുടെ ഉത്തരവാദിത്തമാണ്. സത്യവിശ്വാസികൾ അവരുടെ അനുദിന ഉപജീവന മാർഗങ്ങൾ മാറ്റിവെച്ച് ചർച്ചയ്ക്ക് വന്നാലേ വിശുദ്ധ കുർബാന ലഭിക്കൂ എന്ന് മെത്രാന്മാരെ, നിങ്ങൾ പറയുന്നതിലെ ന്യായം എന്താണ്? വിമതന്മാരുടെ യജമാനായ മനുഷ്യ നേതാവിനെ നിങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയാണോ? എന്നാൽ സത്യവിശ്വാസികളുടെ നേതാവ് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിന്റെ സഭയിൽ വിശ്വസ്തയോടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കാൻ ബാധ്യതയുള്ളവരാണ് മെത്രാന്മാർ. ആ വിവരം നിങ്ങൾ മറന്നു പോകരുത്. ആ നിങ്ങളെ വിശ്വസിക്കുന്നതാണോ ഞങ്ങളുടെ തെറ്റ്? ഞങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കിയില്ലെങ്കിൽ എല്ലാം സഭാശത്രുക്കളുടെ അധീനതയിലാക്കുമെന്ന അവസ്ഥയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? സഭാശത്രുക്കൾ ഒന്നിച്ചു വരുന്നത് കൊണ്ടും ആൾബലവും രാഷ്ട്രീയ ബലവും ഈ ലോകത്തിന് അനുരൂപരായി അവരുടെ ജീവിതവും നമ്മളെല്ലാവരും കാണുന്നതാണല്ലോ. എന്നാലും പ്രിയപ്പെട്ട ഞങ്ങളുടെ സഭയുടെ നേതാക്കളെ, സഭയുടെ അധികാരികളെ, നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറക്കുക. വിശ്വാസികളുടെ നിലവിളി കാണുക. വിശ്വാസികളെ അംഗീകരിക്കുക. സഭയോടൊപ്പമുള്ള വിശ്വാസികളുടെ മേൽ നിങ്ങൾ അടിമത്തം പോലെ സമവായം അടിച്ചേൽപ്പിക്കുമ്പോൾ അത് ക്രൈസ്തവ വിരുദ്ധവും ദൈവനിഷേധവുമാണെന്ന് പ്രിയപ്പെട്ട മെത്രാന്മാരെ, നിങ്ങൾ ഇനി എന്നാണ് തിരിച്ചറിയുക? ഈ മെത്രാന്മാര് എല്ലാം ഒന്നടങ്കം വായ പൂട്ടിയിരിക്കുന്നത് ഞങ്ങളെ അത്യധികം വേദനിപ്പിക്കുന്നു, ഞങ്ങളെ ആഴമായ സങ്കടത്തിലേക്ക് നയിക്കുന്നു. പ്രിയപ്പെട്ട ഇടവക വിശ്വാസികളെ, സഭാവിശ്വാസികളെ, ഉണർന്ന് പ്രവർത്തിക്കുക. ഇവിടെ ഏകീകൃത വിശുദ്ധ കുർബാനയല്ലാതെ മറ്റൊരു കുർബാനയ്ക്കും സാധ്യതയില്ല എന്ന് അസന്നിഗ്ധമായി സിനഡ് പ്രഖ്യാപിച്ചതാണല്ലോ. ആ പ്രഖ്യാപനത്തിന്റെ മഹത്വം നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങളുടെ വിശുദ്ധ ജീവിതം ഇവിടെ ആരംഭിക്കുവാൻ നിങ്ങൾക്ക് ദൈവം കൃപ തരട്ടെ. നിങ്ങളുടെ വിശ്വാസം ദൈവം വർദ്ധിപ്പിച്ചു തരട്ടെ. സഭയോടൊപ്പമുള്ളവരെ സംരക്ഷിക്കുവാൻ വേണ്ടി നിങ്ങളുടെ മനസ്സ് കർത്താവ് മാറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടിയാണ്, വിമതർക്ക് വേണ്ടിയോ സഭാവിരുദ്ധതയ്ക്ക് വേണ്ടിയോ അല്ല എന്ന് നിങ്ങൾ എന്ന് തിരിച്ചറിയുന്നത് വരെ നിങ്ങളുടെ ജീവിതം ക്രിസ്തു ഏറ്റെടുക്കട്ടെ, ദൈവം ഏറ്റെടുക്കട്ടെ. നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ആ ബലഹീനമായ ഇപ്പോഴത്തെ അവസ്ഥയെ ദൈവം ശക്തിപ്പെടുത്തട്ടെ എന്ന് ഓരോ വിശ്വാസിയും മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ബസിലിക്കയിലും അതുപോലെ ബസിലിക്കകളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും സന്യാസ്ത ഭവനങ്ങളിലും കോൺവെന്റുകളിലും വൈദികർ പഠിക്കുന്ന സെമിനാരികളിലും എല്ലായിടത്തും ഏകീകൃത കുർബാനയല്ല മറ്റൊന്നും പാടില്ല എന്ന് സിനഡാണല്ലോ പ്രഖ്യാപിച്ചത്. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് ദൈവം ശക്തി നൽകട്ടെ. മറ്റുള്ള ഇടവകകളിലും വൈകാതെ തന്നെ ഏകീകൃത കുർബാന ആരംഭിച്ച് ഐക്യത്തോടെ മുമ്പോട്ട് നീങ്ങുവാൻ ഓരോ വൈദികനെയും നിങ്ങളാണ് ഒരുക്കേണ്ടത്, മെത്രാന്മാരാണ് ഒരുക്കേണ്ടത്. അല്ലാതെ മെത്രാന്മാർ സഭാവിരുദ്ധരായ വൈദികരുടെ കാല് നക്കികളാവരുത്. നിങ്ങളുടെ ഉത്തരവാദിത്വം, നിങ്ങളെ സഭ ഏൽപ്പിച്ച വിശ്വാസം, സഭ ഏൽപ്പിച്ച ദൗത്യം ഏറ്റവും ഉത്തരവാദിത്തത്തോടെ ചെയ്യാൻ ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ദൈവം അതിനെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.